ഖബർ ഒറിച്ചാലിനേക്കാൾ ഉയരത്തിൽ കെട്ടാൻ പാടില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇമാമികളെ കിതാബുകളിലും കാണാൻ പറയാറുണ്ട്. അത് അങ്ങനെ ഉണ്ടോന്നല്ല ഇത് ഉസ്താദുമാർ പറയാറുണ്ട്. പക്ഷേ കൂടെ നമ്മളെ ഷാഫി മദ്ഹബിന്റെ ഉസ്താദുമാർ എന്ന് പറഞ്ഞവര് അവരുടെ കിതാബിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മഹാന്മാരുടെ ഖബറിന് അത് ബാധകമല്ല, അത് സാധാരണക്കാരുടെ ഖബറിനാണ് അത് പറയപ്പെടുന്നത്. മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കലാണ് നല്ലത്, ഖൈർ എന്ന് പറയുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത്, നിജസ്ഥിതി എന്തെന്ന് അറിയാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു വിമർശനത്തെയാണ് അല്ലെങ്കിൽ ഒരു വാദത്തെയാണ് ഇവിടെ ചോദ്യമായി ഉയർത്തിയിട്ടുള്ളത്. മൂസ സ്വലാഹി ചോദ്യത്തിന് ഉത്തരം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, വളരെ പ്രാമാണികമായ നിലക്കുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ സാധാരണക്കാർ വഞ്ചിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും കാരണമായിട്ടുള്ള വിഷയത്തിലാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനിർമ്മിത ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളായിട്ടുള്ള മക്ബറകൾ, അതുപോലെ തന്നെ ജാറങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസത്തിലോ പ്രമാണങ്ങളിലോ യാതൊരു സ്ഥാനവും ഇല്ല എന്നത് വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിക്കുന്ന വിലയിരുത്തുന്ന ആർക്കും ബോധ്യമാകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യം അവനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനും അവന്റെ ഭവനങ്ങളായിട്ടുള്ള പള്ളികളെയാണ്. ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ മസാജിദ്, പള്ളികൾ എന്ന് പ്രയോഗിച്ചത്, പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അവിടെയുള്ള പള്ളികളാണ് എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. പള്ളികളെ പരിപാലിക്കുന്നവരുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങൾ, മര്യാദകൾ എന്തൊക്കെയാണ് വിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളികൾ ഉണ്ടാക്കുന്നവർക്ക്, അതിൽ പങ്കാളികളാകുന്നവർക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഇന്നുവരെയുള്ള ചരിത്രം നമ്മൾ പരതിയാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും പകർന്നതുമായ കാര്യം അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി, പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പള്ളികൾ കൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണോ അതിന്റെ നേർ വിപരീതമാണ് മഷാഹിദുകൾ അഥവാ ദർഗകൾ, ജാറങ്ങൾ, മഖ്ബറകൾ എന്നുള്ളത്. മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കപ്പെടുന്ന, സിദ്ധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ്
മഖബറകൾ, ജാറങ്ങൾ എന്നാണ് പഠിപ്പിക്കപ്പെടാറുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരതിയാൽ മനുഷ്യനിർമ്മിത കേന്ദ്രങ്ങളിൽ അഭയം തേടി മനസ്സിന്റെ വിശുദ്ധിക്കും വിമലീകരണത്തിനും ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുക, നേടുക എന്നത് പഠിപ്പിക്കപ്പെട്ടത് കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഹിജറ 3 തലമുറകൾക്ക് ശേഷം, അഥവാ ഉത്തമ തലമുറ കഴിഞ്ഞ് ജൂത സൃഷ്ടിയായിട്ടുള്ള ഷിയാക്കളിൽ ഏറ്റവും കടുത്ത വിഭാഗം റാഫിദിയാക്കളാണ് മഷാഹിദുകളുമായി, ദർഗകളുമായി ബന്ധപ്പെട്ട, അളിരിഹത്തുമായി ബന്ധപ്പെട്ട കാര്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ ആശയങ്ങളെ, അവരുടെ ആദർശങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ഊട്ടിയുറപ്പിക്കാനും പള്ളികളെക്കാൾ അവർക്ക് ആവശ്യമായി വന്നത് മഷാഹിദുകൾ, ദർഗകളായിരുന്നു. ഇസ്ലാമിൽ മസാജിദുകളാണെങ്കിൽ ഷിയാക്കൾ, റാഫിദിയാക്കൾ ലോകത്ത് ഉണ്ടാക്കിയതാണ് മഷാഹിദുകൾ, ദർഗകൾ എന്ന സമ്പ്രദായം. ആ കാര്യത്തിന് ഇസ്ലാമിന്റെ വേഷം കൊടുക്കാൻ പണ്ഡിതന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, മശായിഖന്മാരുടെ ഖബറുകൾ കെട്ടി ഉയർത്താം, ആ ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കാം. ആ നിലക്കുള്ള ഒരു ചിന്ത, പ്രത്യേകമായ ഒരു തെളിവ് അവർ പടച്ചുണ്ടാക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറിവില്ലാത്തവർ എന്ന ഒരു വേർതിരിവില്ല. എല്ലാവർക്കും അത് ബാധകമാണ്. സൂഫികളുടെ വീക്ഷണപ്രകാരം ഏതെങ്കിലും ഒരു സൂഫിയായ ആള് കള്ളുകുടിച്ചാൽ, അയാൾ എന്തെങ്കിലും അധർമ്മങ്ങൾ, അനാശാസ്യങ്ങൾ ചെയ്താൽ, അന്യ പെണ്ണുങ്ങളുമായി ഇടപഴകുന്ന അവസ്ഥകൾ ഉണ്ടായാൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ കാണുന്ന ലോകത്തല്ല, കാണുന്ന രീതിയിലല്ല അവർ ഉള്ളത്. നമുക്ക് കള്ളുകുടിയായി, വ്യഭിചാരമായി തോന്നിയേക്കാം, പക്ഷെ അങ്ങനെയല്ല ഉള്ളത്. ഇത് സൂഫികളുടെ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പ വീക്ഷണ പ്രകാരം ഒരു കാര്യത്തെ മതമാക്കി മാറ്റാനും മതത്തിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. സൂഫികൾ പഠിപ്പിക്കുന്ന വിശ്വാസപ്രകാരം ഔലിയാക്കൾ അവരുടെ ലോകത്ത് മത്സ്യങ്ങൾ വെള്ളത്തിൽ കഴിയുന്ന പോലെയാണ്. മത്സ്യങ്ങൾ വെള്ളത്തിലാണെങ്കിൽ അവർക്ക് എവിടെയും എത്താം. വെള്ളമുള്ള ഏത് ഭാഗത്തേക്കും അവർക്ക് മാറി മാറി പോകാം. എന്ന പോലെ മരണപ്പെട്ട ഔലിയാക്കൾ ഏത് സ്ഥലത്തും ഉണ്ടാകും. ഉള്ളാളുണ്ടാകും, അതേപോലെ കാസർഗോഡ് ഉണ്ടാകും, കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അത് സൂഫികളുടെ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ദീനായി പരിഗണിക്കാനോ പഠിപ്പിക്കാനോ പാടുള്ളതല്ല. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൊണ്ടുവന്നത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, ആചരിക്കേണ്ടത്. വമാ നഹാകും അൻഹു ഫൻതഹു. അവിടുന്ന് എന്താണോ വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ കൽപ്പനയുടെ താല്പര്യം? അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച് അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കി ജീവിക്കുമ്പോഴാണ് നമുക്ക് തഖ്വയുള്ളവരായി, നല്ലവരായി മാറാൻ കഴിയുക എന്നാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഏതൊരാൾക്കും നന്നാകാനുള്ളതാണ്, അല്ലാതെ തെറ്റിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് വലിഞ്ഞു കയറാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മെ പഠിപ്പിച്ച ഹദീസ് പല രൂപത്തിലും കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ റസൂലുള്ളാഹ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. അയ്യുജസ്സസൽ ഖബർ, ഖബറുകൾ കുമ്മായമടിക്കുക, അത് വെള്ളപൂശി വെളുപ്പിച്ചു കൊണ്ട് നടക്കുക. വഅയ്യുഖഅദ അലൈഹി, ആ ഖബറിന്റെ മേൽ ഇരിക്കുക. വഅയ്യുബ്നാ അലൈഹി, അതിന്റെ മേൽ എടുപ്പുണ്ടാക്കുക, ജാറം നിർമ്മിക്കുക. ഒന്നുകിൽ ഖബറിനെ ഉള്ളിലാക്കി അതിന്റെ പുറത്ത് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഖബറിന്റെ നേരെ മുകളിലൂടെ തന്നെ ആ ഖബറിനെ ചേർത്തുകൊണ്ട് തന്നെ ജാറങ്ങൾ ഉണ്ടാക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇതാരുടെ സമ്പ്രദായമാണ്? വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അഥവാ ജൂത നസറാണികളുടെ സമ്പ്രദായമാണ്. അവരിലെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിൻഗാമികളായി, സന്തതികളായി ആരാണോ ലോകത്ത് വരുന്നത്, സ്വാഭാവികമാണ് ആ നിലക്കുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവരിലും ഉണ്ടാകും. അതിന്റെ പ്രതിഫലനങ്ങൾ അവരിലും ഉണ്ടാകും. നേരത്തെ ഇവിടെ അബ്ദുൽ മാലിക് സലഫി സൂചിപ്പിച്ച അൽ മുബാറക് എന്ന് പറയുന്ന 989 വരെ നമ്മുടെ സമസ്തക്കാരുടെ മുഖ്യ പത്രമായിരുന്നു അൽ മുബാറക് എന്ന് പറയുന്നത്. ആ പത്രം കൊണ്ടു നടന്നിരുന്ന മുസ്തഫൽ ഫൈസി ഇന്നും സമസ്തയിലുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞു, മഹാത്മാക്കളുടെ, ഔലിയാക്കളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നത് സുന്നികളും ഷിയാക്കളും ഒരുപോലെ കാണുന്ന വിഷയമാണ്. അതിൽ അന്തരമില്ല, വ്യത്യാസമില്ല എന്നാണ്. ചുരുക്കത്തിൽ ഷിയാക്കളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പ്രത്യേകം പഠിപ്പിച്ചു, അൽ അബ്ദു സ്വാലിഹ്, സ്വാലിഹായ ഒരാൾ, നല്ല ഒരാൾ, അയാൾ മരിച്ചാൽ അയാളുടെ ഖബർ കെട്ടിപ്പൊക്കുക, അതിന്റെ മേൽ എടുപ്പുണ്ടാക്കുക എന്ന സമ്പ്രദായം ജൂത നസറാണികളുടെ സമ്പ്രദായമായിരുന്നു. ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് ഇത് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തേണ്ടതല്ല. ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഖബറുകളുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യം തന്നെയല്ല. ഈ ഹദീസുകൾ വ്യക്തമാക്കി തരുന്നു, സ്വാലിഹിന്റെ ഖബറായാലും നല്ല ഒരാളുടെ ഖബറായാലും ആരുടെ ഖബറും കെട്ടിപ്പൊക്കാൻ പാടില്ല, അതിന്റെ മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല എന്നത് വളരെ കണിശമായി തന്നെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ആദ്യമായി കേട്ടവരും മനസ്സിലാക്കിയവരും ആരാണ്? നമുക്ക് സംശയമില്ല, അത് സ്വഹാബത്താണ്. സ്വഹാബത്ത് കൃത്യമായി അത് പാലിച്ചു. അവർ ജീവിച്ചിരിക്കെ മരണപ്പെട്ട എത്ര സ്വഹാബത്തുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബർ ചരിത്രത്തിൽ എവിടെയെങ്കിലും കെട്ടിപ്പൊക്കിയതായി, എടുപ്പുണ്ടാക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ടോ? ഉസ്താദുമാർ ഉന്നയിക്കാറുള്ളത് പോലെ ഏറ്റവും വലിയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സുദ്ദീഖീങ്ങളും അവരാണല്ലോ. സുദ്ദീഖ് എന്ന പേരിൽ പ്രത്യേകം അറിയപ്പെട്ട മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖബർ ഉയർത്തപ്പെട്ടതായി, എടുപ്പുണ്ടാക്കപ്പെട്ടതായി എവിടെയും നമ്മൾ കാണുന്നില്ല. ചരിത്രത്തിൽ ഒരു കാലത്തും അതുണ്ടായിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബുൽ ഹയ്യാജ് അൽ അസദി റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുകയാണ്. എന്തിനാണ് നിയമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണത്? എല്ലാ ഉണ്ടാക്കപ്പെട്ട രൂപങ്ങളും തകർക്കുക, ഉയർത്തപ്പെട്ട ഖബറുകൾ അത് നിരപ്പാക്കുക. ഇത് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ്. ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസദി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ സംരക്ഷണം കൊടുത്ത, ഇസ്ലാം വലിയ കാര്യമായി പഠിപ്പിച്ച, പവിത്രതയുള്ള, മഹത്വമുള്ള, ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമായി പഠിപ്പിച്ചതാണെങ്കിൽ, സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുമ്പോൾ എന്താണ് പറയേണ്ടിയിരുന്നത്? അത് പവിത്രമാക്കപ്പെട്ട ഒന്നല്ലേ, ആദരിക്കപ്പെട്ട ഒന്നല്ലേ, അത് എല്ലാ പ്രയാസങ്ങളും വന്ന് പറയാനുള്ള ഇടങ്ങളല്ലേ, ആത്മീയ കേന്ദ്രങ്ങളല്ലേ? ആ നിലക്കല്ല പ്രതികരിച്ചത്. ആ കൽപ്പന ശിരസാ വഹിക്കുകയായിരുന്നു. അബുൽ ഹയ്യാജ് അൽ അസദി റളിയല്ലാഹു അൻഹു ആ നിലക്ക് പ്രതികരിച്ചിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ സുമാമത്ത് ബിനു ശുഫൈ റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം ആരുടെ കൂടെയാണ്? ഞങ്ങൾ ഫലാല റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റോമിലൂടെ പോവുകയായിരുന്നു.
ആ സമയത്ത് ഫതൂഫിയ സ്വാഹിബുൽ ലനാ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെടുകയാണ്. ആ സമയത്ത് സ്വഹാബി കൽപ്പിച്ചു ബിഖബ്രിഹി ഫസുവിയ, അദ്ദേഹത്തെ ഖബറടക്കാനും അത് നിരപ്പാക്കപ്പെടാനും ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തപ്പെട്ട രൂപത്തിലാക്കാനും സ്വഹാബി താബിഈങ്ങളോട് കൽപ്പിക്കുകയാണ്. അദ്ദേഹം തെളിവായി കൊണ്ടുവന്നത് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഉമുറു ബിതസ്വിയതിഹാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ ഖബർ മറവ് ചെയ്യാൻ, അത് മൂടാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൽ യാതൊരു വാശിയും ഇല്ല, യാതൊരു തർക്കവും ഇല്ല. പ്രമാണങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സങ്കല്പത്തിലുള്ള കാഴ്ചപ്പാടിലുള്ള ആളുകൾക്കും ഇതുപോലെയുള്ള ഒരു പരിഗണന പ്രത്യേകത കൊടുത്താൽ അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് പരലോകമാണ് എന്നോർക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ഷാഫിഈ മദ്ഹബിൽ പെട്ടവരാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഉസ്താദുമാർ പറയാറുണ്ട്, അത് ആവർത്തിച്ച് പറയാറുണ്ട്, അതിനുവേണ്ടി പ്രത്യേക പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട്. എന്നാൽ അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, വഖദ് റഅയ്തു മിനൽ ഉലാതി ബിമക്ക, മക്കയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ യഹ്ദിമു മാ ബുനിയ മിൻഹാ, ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ, അത് മാറ്റാൻ അവർ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഫലം അറൽ ഫുഖഹാ യഈബൂന ദാലിക, ഫുഖഹാക്കൾ ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അതിനെ എതിർത്തതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലയാണ് പഠിപ്പിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗണ്യമായി ഷാഫിഈ മദ്ഹബിന്റെ നിലപാട് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ജാറങ്ങൾ അഥവാ മശാഹിദുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അലരിഹത്തുകൾ, ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങൾ, അവിടെയുള്ള കാര്യങ്ങൾക്ക് ഏതുമായിട്ടാണ് സാമ്യത, ഏതുമായിട്ടാണ് ബന്ധമുള്ളത് ഇമാം റാസി റഹിമഹുല്ലാ പ്രത്യേകം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുല്ലയെ ഉസ്താദുമാർ അംഗീകരിക്കാത്തവരല്ല, ഉൾക്കൊള്ളാത്തവരല്ല. വലിയ വായയിൽ ഇമാം റാസി പറഞ്ഞു, റാസി തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ മറവ് ചെയ്യപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ആരാധ്യന്മാർ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ളവർ ഞങ്ങൾക്ക് നാളെ ശുപാർശകരായി വരും എന്നതായിരുന്നു ശിർക്ക് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവിശ്വാസികൾ പറഞ്ഞിരുന്ന ഒരു ന്യായം. ആ ന്യായത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ശിർക്കല്ല, ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ഈ വാക്കിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം റാസി റഹിമഹുല്ല വെറുതെ പറഞ്ഞതല്ല, ആ ആയത്തുമായി ബന്ധപ്പെട്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ പ്രശ്നങ്ങൾ ഒന്നായി, രണ്ടായി, മൂന്നായി ചർച്ച ചെയ്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു ഭാഗം മുറിച്ചു വെച്ചുകൊണ്ടല്ല, മൂന്നാമത്തെ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പറയുന്നു, വനദീറുഹു ഫീ ആദസ് സമാൻ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക്, ജാഹിലിയത്തിലെ സമ്പ്രദായങ്ങൾക്ക് സമാനമായത് ഈ കാലഘട്ടത്തിൽ കാണുകയാണ്. ഒരുപാട് ആളുകൾ വ്യാപൃതരായിരിക്കുന്നു ബിതഅലീമി ഖുബൂരിൽ അകാബിർ, ഇതാ ഉണ്ടാക്കപ്പെട്ട വലിയ മഹാന്മാരാണ്, മഹത്തുക്കളാണ് എന്ന സങ്കല്പത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഖബറുകളെ പരിധിവിട്ട രൂപത്തിൽ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പോവുകയാണ്. അൽഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, ഇങ്ങനെ ആദരിച്ചാൽ, ഇങ്ങനെ ബഹുമാനിച്ചാൽ, ജാറത്തിന്റെ മക്ബറയുടെ അരികിൽ ചെന്ന് അവിടെയുള്ള മഹാന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് കാവൽ തേടിയാൽ, ആ മഹാനെ വിളിച്ചു തേടിയാൽ അവർ ശുപാർശകരായി പരലോകത്ത് വരുമെന്ന മിഥ്യാധാരണ, തെറ്റായ ധാരണ, വ്യർത്ഥവിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്നു എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അധ്യാപനം അനുസരിച്ച് സ്വാലിഹിന്റെ ഖബർ, സാധാരണക്കാരന്റെ ഖബർ, നല്ലവന്റെ ഖബർ, പണ്ഡിതന്റെ ഖബർ എന്ന ഒരു വേർതിരിവില്ല. ഈ വിരോധനം എല്ലാവർക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന പ്രകാരം എല്ലാവർക്കും ബാധകമാണ്. സ്വഹാബത്ത് നിറവേറ്റിയത് പ്രകാരം എല്ലാവർക്കും ബാധകമാണ്. സ്വഹാബത്ത് പകർന്നു കൊടുത്തത് പ്രകാരം എല്ലാവർക്കും ബാധകമാണ്. സ്വഹാബത്തിന്റെ അധ്യാപനം കേട്ട് താബിഉകൾ ചെയ്തത് എല്ലാവർക്കും ബാധകമാണ്. ലോക
ലോകത്തറിയപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുമാർ ഐക്യകണ്ഠേന ഹറാം പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അതിനെ അനുവദനീയമാക്കാൻ, അതിനെ പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഇസ്ലാമികവൽക്കരിക്കാൻ യാതൊരു പഴുതും ഇസ്ലാം നമുക്ക് നൽകിയിട്ടില്ല. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അതിന് പറഞ്ഞൊപ്പിക്കുന്ന കാരണങ്ങൾ രസാവഹമായ കാരണങ്ങളാണ്. ഈ പുസ്തകം ആണ്ടുനേർച്ചയും ഖബർ സിയാറത്തും എന്ന പുസ്തകമാണ്. ഇത് സമസ്തയിലെ പഴയകാല നേതാവ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഖബറുകൾക്ക് മേൽ അഥവാ ഇങ്ങനെയുള്ള ഔലിയാക്കൾ മശായിഖന്മാർ എന്നൊക്കെ വിചാരിക്കപ്പെടുന്ന ആളുകളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നത്, എടുപ്പുണ്ടാക്കുന്നത്, അതിനുള്ള ന്യായീകരണം പറഞ്ഞത് അവനവന്റെ കുട്ടികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ വീടുകൾ നിർമ്മിക്കുന്നത് കുട്ടികളെ ആരാധിക്കലല്ല, കച്ചവടം ചെയ്യാൻ വേണ്ടി പീടികയും പാണ്ഡികശാലയും നിർമ്മിക്കുക എന്നത് ഒരിക്കലും കച്ചവടത്തിനെ ആരാധിക്കലാകുന്നില്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് അടിമപ്പെട്ട് അവനെ ആരാധിക്കലാണ്. കുട്ടികളെ സംരക്ഷിക്കാൻ വീടുണ്ടാക്കുന്ന പോലെ, കച്ചവടം ചെയ്യാൻ കടകളും മറ്റുമുണ്ടാക്കുന്ന പോലെയാണ് ജാറങ്ങൾ നിർമ്മിക്കുന്നത്, മക്ബറകൾ നിർമ്മിക്കുന്നത് എന്നാണ് ന്യായീകരണം. ഈ ന്യായീകരണം എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും മനസ്സിലായില്ലേ? കച്ചവടം ചെയ്യൽ ഇസ്ലാം അനുവദിച്ചതാണ്, വീടുണ്ടാക്കൽ ഇസ്ലാം അനുവദിച്ചതാണ്, ജാറമുണ്ടാക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്, ഹറാമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ ഒരിക്കലും വില പോവുകയില്ല. ഇവിടെ കർണാടക സംസ്ഥാനത്തിലാണല്ലോ കൂറത്തങ്ങളുടെ ജാറം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. അതിന്റെ വീഡിയോ സ്ക്രീനിൽ കാണിക്കും. ആ കൂറത്തങ്ങളുടെ ജാറം ഘട്ടം ഘട്ടമായി വളർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ജാറം നിർമ്മിച്ച ആ രംഗം ഒന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ആ കൂറ തങ്ങളുടെ ഖബറിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ ദിവസവും 2ാം ദിവസവും 3ാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ. ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ? ഇതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. നോക്കൂ, ആ ഖബറിനെ തൊട്ടുമുത്തുന്നു, അവിടെ ചുംബിക്കുന്നു, വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിന്റെ അടുത്ത് പോയി വെക്കുന്നു. അതൊരുപാട് മുസ്ലിയാക്കന്മാർ അടുത്തു നിന്ന് കാണുന്നുണ്ട്. കിതാബ് ഓതി പഠിച്ച ഒരുപാട് മുസ്ലിയാക്കളാണ്. കേട്ടല്ലോ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഈ സമ്പ്രദായം വിലക്കപ്പെട്ടതാണ്. അതാണ് പ്രിയമുള്ളവരെ അതിന്റെ ഗൗരവം അർഹിക്കുന്ന ഗൗരവത്തിൽ പറയുന്നത്. 4 ഖുലഫായിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ചരിത്രത്തിൽ ഉണ്ടായോ? അത് കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഉണ്ടായോ? അത് കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുണ്ടായോ? അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ആരെങ്കിലും ചെയ്തോ? ഇല്ല. ഈ 4 ഖുലഫാവുകൾ ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്തോ? ഇല്ല. അവിടെയാണ് അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാ, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, എന്റെ ഖുലഫാഇന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന അധ്യാപനത്തെ വിശ്വാസികളായ നാം ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാലിഹിന്റെ ഖബർ, അല്ലാത്തവരുടെ ഖബർ എന്ന വേർതിരിവില്ല. എല്ലാ ഖബറുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ജാബിർ റളിയല്ലാഹു അൻഹു കണ്ടു, ഒരു ചാൺ ഉയർത്തപ്പെട്ട രീതിയിലാണ്. താബിഈങ്ങളിൽപ്പെട്ടവർ കണ്ടു, ഒരു ചാൺ ഉയർത്തപ്പെട്ട രീതിയിലാണ്. അല്ലാത്ത ഒരു മാറ്റം അന്നും ഇന്നും എന്നും ഉണ്ടാവുകയില്ല എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി, ആരാധിക്കപ്പെടുന്ന ഒരു ഇടമാക്കി, ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ എന്ന പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് അതിലൂടെ ഇന്നും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.